ഓക്കെ, ഹലോ എവരിവൺ. നമ്മൾ MMPC 13-ൻ്റെ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ MBA ഇഗ്നൂവിലെ 13-ാമത്തെ 14 കഴിഞ്ഞു 13-ൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കുകയാണ്. ബിസിനസ് ലോ ഞാൻ പറഞ്ഞു അത്യാവശ്യം ഡെപ്തിൽ പഠിക്കില്ല, തിയറിയാണ്, എന്നാലും ലോ ആയതുകൊണ്ട് അത്യാവശ്യം ഡെപ്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് ബിസിനസ് ലോ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ബിസിനസ്സും നിയമവും കൂട്ടിച്ചേരുന്ന ഒരിടം, അതായത് ബിസിനസ്സിൻ്റെ അകത്ത് നിയമപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതെങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു, ഇമ്പാക്റ്റ് എന്താണെന്നൊക്കെ ഉള്ളതാണ്. കോൺസെപ്റ്റ്സ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണ്, അതൊക്കെയാണ് ബ്ലോക്ക് 1 ഒരു ഇൻട്രൊഡക്ഷൻ ബ്ലോക്കാണ്. ബ്ലോക്ക് 2-ൻ്റെ അകത്ത് പറയുന്നത് ബിസിനസ് ഫോംസ് ആൻഡ് ലെജിസ്ലേഷൻസ് ആണ്. അതായത് രണ്ട് മേജർ ബിസിനസ് ലോസാണ്, പാർട്ണർഷിപ്പ് ആക്റ്റും പിന്നെ കമ്പനീസ് ആക്ട്. പാർട്ണർഷിപ്പ് ആക്ട് 1932 ആണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്താണ് ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ വരെ പറയുന്നത് അവിടെയാണ്. അപ്പോൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടിലധികം ആൾക്കാർ, രണ്ടിലധികം ആൾക്കാർ ചേർന്ന് ഒരേ ഇൻട്രസ്റ്റോട് കൂടി അവർ നേരത്തെ എഗ്രി ചെയ്ത കരാർ പ്രകാരം ഫോം ചെയ്തൊരു ബിസിനസ്സാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന പരിപാടി നിലനിന്ന് പോകുന്ന പാർട്ണർഷിപ്പ് ആക്ട് അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ അക്കൗണ്ടിങ്ങിനകത്തൊക്കെ ഒരുപാട് പാർട്ണർഷിപ്പിൻ്റെ കണക്കുകൾ പഠിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെ നിലനിന്ന് പോകണം, ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങൾ സൈലൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ഇത് നിർത്തിക്കൊണ്ട് പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പാർട്ണർഷിപ്പ് നിർത്തുക എന്ന് പറഞ്ഞാൽ, വളരെ പാടാണ്. കുറേ ടെക്നിക്കൽ പരിപാടികളുണ്ട്, അതൊക്കെ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പാർട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 ഏറ്റവും വാസ്റ്റായിട്ടുള്ള ബിസിനസ് ലോ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, LLP എന്ന് പറഞ്ഞാൽ LLP ആക്ട് ഉണ്ട് കേട്ടോ, LLP അല്ല, കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ പല നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പോലും കമ്പനീസ് ആക്ടിൻ്റെ അകത്ത് സെക്ഷൻ 8 എന്നൊക്കെ പറയും, അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം, പിന്നെ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾക്ക് എന്തൊക്കെ ടാക്സ് റേറ്റ് കൊടുക്കണം തുടങ്ങിയ പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്, കമ്പനീസ് ആക്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിനെ ലീഗലി അംഗീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവണം, കമ്പനീസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ബിസിനസ് കോൺട്രാക്ട്, ഈ നമ്മൾ BCom ബിസിനസ് ലോ പഠിച്ച് തുടങ്ങുന്നു ഇവിടെ നിന്നാണ്. കോൺട്രാക്റ്റുകളെക്കുറിച്ച്, കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഇമേജ് കാണാം. രണ്ടുപേരും എഴുതി തയ്യാറാക്കിയ കരാറ്, അല്ലെങ്കിൽ ഒരു മറ്റേ കച്ചവടം നടക്കുമ്പോഴോ അല്ലെങ്കിൽ റോഡ് പണി നടക്കുമ്പോഴൊക്കെ ഉള്ള ഒരു സംഭവമാണ് കോൺട്രാക്റ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്നതെങ്കിലും അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ പൊളിച്ച് എഴുതും ഇവിടെ വരുമ്പോൾ. നമ്മൾ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിലെത്തുമ്പോൾ കോൺട്രാക്റ്റിനെ കുറിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ചെറിയൊരു തട്ടുകട ഒരിടത്ത് കൊണ്ട് ഒരു റോഡ് സൈഡിൽ കൊണ്ടിട്ടു. ഓക്കെ, റോഡ് സൈഡിൽ കൊണ്ടിട്ടിട്ട് ഞാൻ സാധനങ്ങൾ വിൽക്കാൻ നിരത്തി വെച്ചു. ഒരാൾ വന്ന് എൻ്റെ കടയിൽ ചോദിച്ചു, ചേട്ടാ ഈ സാധനം എനിക്ക് വേണം, തരുമോ, ഇത്ര രൂപ ആണല്ലോ, ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇല്ല ഞാൻ കൊടുക്കില്ല എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഏതെങ്കിലും കോൺട്രാക്റ്റ് തെറ്റിക്കുകയാണോ? ഒരു സാധാരണക്കാരൻ്റെ കണ്ണി നോക്കുകയാണെങ്കിൽ അവിടെ കോൺട്രാക്റ്റും ഇല്ല, തെറ്റിച്ചിട്ടുമില്ല. പക്ഷേ നിയമം പറയുന്നത് ഇംപ്ലിസിറ്റായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങാമെന്ന്. അങ്ങനെ വാങ്ങാൻ വന്നവനോട് നടത്തിയ കോൺട്രാക്റ്റ് ഞാൻ എന്ത് ചെയ്തു, തെറ്റിച്ചു. കണ്ടോ, ഇതാണ് നിയമം പറയുന്നത്. നിയമം ഇങ്ങനെ പലതും പറയുന്നുണ്ട്, പക്ഷെ അത്രയും സൂക്ഷ്മമായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ എല്ലാവർക്കും ന്യായമായ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നൊക്കെ ഉറപ്പാക്കാൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെത് അത്യാവശ്യം വാസ്റ്റാണ്, അറിയാൻ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, സെയിൽസ് കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ടാവും. ബ്ലോക്ക് 4-ൻ്റെ അകത്ത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഓക്കെ, അപ്പം ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ്. ബാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻ നിയമങ്ങൾ, ഫെമ ആൻഡ് ഫെറ ആക്ട് അല്ലേ. ഫെമ ആക്ട് വളരെ പ്രസക്തമാണ്. ED എന്ന വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അവർ യഥാർത്ഥത്തിൽ ഈ ഫെമ ആക്ടിനെ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഫെമ മീൻസ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. ഫോറിൻ കറൻസി എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന റൂളാണ് ഫെമ ആക്ട്. പിന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബിസിനസ്സിൻ്റെ അകത്ത് ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ചെയ്യപ്പെടാൻ വളരെയധികം സാധ്യതയുള്ള രണ്ട് സാധനങ്ങളാണ്. ഇൻസോൾവൻസി എന്ന് വെച്ചാൽ എന്താ, പാപ്പരാവുക എന്ന് പറയും. നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റിനേക്കാൾ നമുക്ക് ലയബിലിറ്റി ഉണ്ടാവുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, പാപ്പരാവുക അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആവുക എന്ന് പറയുന്നത്. ബിസിനസ്സുകാർ എന്ത് ചെയ്യുക, അനാവശ്യമായിട്ട് ഇൻസോൾവൻസി കാണിച്ച്
പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു, അതിനൊരു കോഡ് കൊണ്ടുവന്നു. കുറേ റൂളുകളുടെ അംശങ്ങൾ ചേർത്തൊരു കോഡ് കൊണ്ടുവന്നു. ആ കോഡ് എന്ത് പറയും, എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുക എന്നുള്ളത്. അതേപോലെ ബാങ്ക്രപ്സി, നമുക്ക് കടം കയറി അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു എന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോലെ അതിന് കൃത്യമായിട്ടുള്ള ലീഗൽ പ്രൊസീജിയറുണ്ട്. ഓക്കെ. ബ്ലോക്ക് 5 ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ഡേറ്റ മാനേജ്മെൻറ്റ്. അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയി കണ്ടുവരികയാണ്. കോപ്പി റൈറ്റ് പോലുള്ള കാര്യങ്ങളല്ലേ. കോപ്പി റൈറ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മളൊരു ഐഡിയ കണ്ടെത്തിയാൽ അതിൻ്റെ പാറ്റൻ്റ് എടുക്കുന്നത് എങ്ങനെ എടുക്കണമെന്നൊന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അറിയത്തില്ല. എനിക്കുള്ള അറിവും ഇതിലെ സിലബസും വെച്ച് പറയുന്നതാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ഇതിലേക്ക് എന്ത് കൊണ്ടെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പാറ്റൻ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോപ്പി റൈറ്റ് എന്താണ്, പിന്നെ ട്രേഡ് മാർക്ക്, ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ലോഗോ അടിച്ച് മാറ്റിയാൽ അതിലെന്തൊക്കെ നിയമ നടപടികളുണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതിലേക്ക് പ്രത്യേകത ഏതൊക്കെ ലോ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടാവാം. ഓക്കെ. ഞാൻ നിങ്ങളെപ്പോലെ ഒന്ന് എടുത്തു വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ അറിവ് വെച്ച് പറയുന്നതാണ്. ഇത് തന്നെ ഇതിന് തുറന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ബ്ലോക്ക് 6 ഉണ്ട്. ഓക്കെ. ബ്ലോക്ക് 6 ഒക്കെ വന്നിരിക്കുന്നത് ലോ ആണല്ലോ, നമുക്ക് പ്രതീക്ഷിക്കാം. എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, പേര് പറയുന്നത് വളരെ വ്യക്തതയുണ്ട്, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇന്ത്യക്കകത്ത്. ഇപ്പോൾ ഈ വളരെ റീസെൻ്റായിട്ടും സംസാരത്തിൽ വന്ന ഒരു സാധനമാണ് കോമ്പറ്റീഷൻ ആക്ട്. കോമ്പറ്റീഷൻ ആക്ട് എന്ത് ഉറപ്പാക്കുന്നു? ഫെയർ കോമ്പറ്റീഷൻ ഉറപ്പാക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ ട്രേഡ് ചെയ്യാനുള്ള, ബിസിനസ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ മാർക്കറ്റിലുണ്ടെന്ന് ഉറപ്പാക്കുന്നു. നമ്മുടെ ജിയോ ആണെന്ന് തോന്നുന്നു, ജിയോ ആണോ മെറ്റയുടെ പേരിലാണല്ലോ ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി. അവരുടെ പ്രൈസിങ് അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ബാക്കിയുള്ളവർക്ക് ട്രേഡ് ചെയ്യാൻ സഹായിക്കാതെ മോണോപ്പൊളി സൃഷ്ടിക്കുന്ന, ഏകാധിപത്യം സൃഷ്ടിക്കുന്നൊരു സംവിധാനമാണെന്നും പറഞ്ഞിട്ട് ഇടപെടലുണ്ടായി സർക്കാരിൻ്റെ. സർക്കാർ എങ്ങനെ ഇടപെടുന്നു? അത് നമ്മളെ ബിസിനസ്സല്ലേ, നമ്മളല്ലേ തീരുമാനം എടുക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ എന്തുണ്ട്? കോമ്പറ്റീഷൻ ലോ ഉണ്ട്, കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ. കൺസ്യൂമറിന് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, ആരാണ് കൺസ്യൂമർ, ആരെയൊക്കെ നമുക്ക് കൺസ്യൂമർ എന്ന് നിയമപരമായിട്ട് വിളിക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതാണ്. നല്ല ഡെപ്തുള്ളൊരു പേപ്പറാണ് കേട്ടോ ബിസിനസ് ലോ എന്ന് പറയുന്നത്. ഡെപ്തുണ്ട്, എന്നാൽ ബോധവുമാണ്. അത്യാവശ്യം അറിഞ്ഞിരുന്നാൽ വിലയുള്ളൊരു കാര്യം കൂടിയാണ്. നമുക്ക് നോക്കാം, പറ്റുന്ന പോലെയൊക്കെ നോക്കിപ്പോവാം. മാക്സിമം കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പോവാം. ഓക്കെ, എന്തുണ്ടെങ്കിലും ചോദിക്കുക. സോ താങ്ക് യു ഓൾ.